ആഹാ, ചായ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട് കുക്ക് ചെയ്യാനൊക്കെ ഒരു സ്റ്റൗവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ വഴി ഒരു സ്റ്റൗവും 2 ഗ്യാസ് സിലിണ്ടറും കൂടി വാങ്ങിയത്, ഒരു ചെറിയ സിലിണ്ടറും കൂടിയിട്ട് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ കുക്ക് ചെയ്യാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു ഗ്യാസ് സ്റ്റൗ, ഈ ഒരു ഗ്യാസ് സിലിണ്ടറും ഒപ്പം ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാ എൻ്റെ ബാക്കിലുള്ള ടെൻറ്റ് കണ്ടില്ലേ, ഈ ടെൻറ്റിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെൻറ്റ് സൂപ്പറാണ്. ടെൻറ്റിൻ്റെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഡീറ്റെയിലും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇതുവരെ എവിടെയും നമ്മൾ ടെൻറ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇതും ട്രാവലിൽ കൊണ്ടുപോകാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ടെൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ട്രാവലിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതല്ല. നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്യാസ് സ്റ്റൗവാണ്. നമുക്ക് ചെറിയ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ചെറിയൊരു സ്റ്റൗവും സിലിണ്ടറും അതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ച് നമ്മൾ ആ സ്റ്റൗവിനെ കുറിച്ചിട്ടൊക്കെ പരിചയപ്പെടുത്തിയിട്ട് നമ്മളിവിടെ നിന്ന് പോകണുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കമാൺ. അപ്പോൾ മുമ്പ് ഞാനിത് അൺബോക്സ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ തൽക്കാലം കവറിൽ കെട്ടി വെച്ചിരിക്കുക. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ബാഗിൽ വെച്ച് കൊണ്ടുപോകും. 1-2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ടെൻറ്റ് ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ടെൻറ്റ് ഇതുവരെ ഞാൻ പിന്നെ 2 ട്രിപ്പ് പിന്നെ ചെയ്തിരുന്നുള്ളൂ. ഒന്ന് കൊടൈക്കനാലും ഒന്ന് മൈസൂരും. പിന്നെ ചെന്നെത്തുന്ന ഏരിയയൊക്കെ നല്ല തിക്കും തിരക്കുള്ള ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് നമുക്കങ്ങനെ ടെൻറ്റ് അടിക്കാൻ പറ്റിയില്ല. ഇതതിൻ്റെ ഒരു സിലിണ്ടറാണ്, ഗ്യാസ്. നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം മീൻസ് ഇത് വലിയ റേറ്റുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് ഇത് കഴിഞ്ഞാലും വേറൊന്ന് വാങ്ങാവുന്നേ ഉള്ളൂ. 2 ഗ്യാസ് സ്റ്റൗ ആണ് നമുക്ക്. 2 ഗ്യാസ് സ്റ്റൗ അല്ല, 2 ഗ്യാസിൻ്റെ സിലിണ്ടർ ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നത്. പിന്നെ ചെറിയൊരു സ്റ്റൗ ആണ് ഇതിൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ഓപ്പൺ ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ്. ഇത് മേലെ ഇങ്ങനെ തുറന്നാൽ ഇതിങ്ങനെ ഓപ്പണാവും. ഇതൊരു ചെറിയൊരു ഇതാണ്. ഇത് ചെറിയൊരു കുറ്റിയാണിത്. ഓക്കെ, ഇതാണ്. ഇതിങ്ങനെ അടച്ചു വയ്ക്കാം. ഓക്കെ, നമുക്ക് സ്റ്റൗ കാണാം. സ്റ്റൗ എന്ന് പറയുന്നത് ചെറുതാണ്, വളരെ സ്മോളായിട്ടുള്ള ചെറുത് അല്ലേ, സ്മോളായിട്ടുള്ള ചെറുത്. അടിപൊളി. ഉണ്ടാ, ഇത് ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ സ്റ്റൗ. അത് ചെറിയൊരു സഞ്ചിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓക്കെ കണ്ട, ഇതൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ നമ്മളൊരു കയ്യിൽ ഒതുങ്ങുന്ന അത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റൗ എന്ന് പറയുന്നത്. സ്റ്റൗ ആണ് ഈ കാണുന്നത്. ഒരു സ്റ്റൗ ആണ്, നമുക്ക് കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള, നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൗ ആണ് ഈ കാണുന്നത്. എത്ര ചെറുതാണിത്. ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അത് ചെറിയ രീതിയിലുള്ള കുക്കിങ്ങിനൊക്കെ നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്യാം. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഇവിടെ നിന്ന് ഇത് മടക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് പാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഇതിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. അത് നമ്മളിങ്ങനെ സെറ്റാക്കിയാൽ ഇത്രയും വലിപ്പത്തിൽ ഇതിങ്ങനെ കാണും. ഓക്കെ, കണ്ടില്ലേ, അതൊന്നും കൂടി ഒന്ന് വലിപ്പത്തിലായി, പാത്രമൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവമായി. ഇതിൻ്റെ ഗ്യാസ് കത്തുന്ന ഭാഗം. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ ഇത് ഇരിക്കുന്ന ഭാഗം അതും ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. അത് ആ മടക്കി നമ്മൾ നിവർത്തി സെറ്റാക്കുക. കണ്ടില്ലേ, 4 കാല് അതൊന്ന് സെറ്റാക്കിയാൽ അത് നല്ല രീതിയിൽ അവിടെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങനെ കത്തിക്കാൻ നോക്കാം. കത്തിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതും കൂട്ടുന്നതും വരുന്നത്. ഈ ഒരു യെല്ലോ കണ്ടില്ലേ. അപ്പോൾ ഇതിപ്പോൾ നല്ല കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വെക്കും വേണം. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നല്ല രീതിയിൽ കുറച്ചിട്ട് തന്നെ വെക്കണം. ഏറ്റവും ഡൗൺ ആയിട്ട് വെക്കണം, അല്ല ഇത് കൂട്ടിയിട്ട് വെക്കരുത്. ഇപ്പോൾ കത്തിക്കുന്നതിന് മുമ്പ് ഈ ഒരു യെല്ലോ കാണുന്നത് ഏറ്റവും ഡൗൺ ആയിട്ട് ഏറ്റവും കുറച്ചിട്ട് തന്നെ വെക്കണം. അല്ലാതെ ജസ്റ്റ് ഒന്ന് കുറച്ചും കൂട്ടിയിട്ടൊന്നും വെക്കാൻ പാടില്ല. അത് കത്തിക്കുമ്പോൾ ചെറിയൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചെറിയൊരു അപകടം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ്. വെയിറ്റ് കുറവാണ്. വെറും 400 ഗ്രാം മാത്രമേ ഈ ഒരു സാധനം വരുന്നുള്ളൂ. അത് വല്ല വെയിറ്റ് ഉള്ളതല്ല. നമുക്ക് ബാഗിലൊക്കെ വളരെ
ഈസി ആയിട്ട് വെക്കാവുന്നതാണ്. വല്ലാതെ വെയിറ്റുള്ള സംഭവം നല്ലത്. ഒരു 400 ഗ്രാം സിലിണ്ടർ ആണെങ്കിലും രണ്ടും നല്ല വെയിറ്റ് കുറവാണ്. ഗ്യാസ് അല്ലേ, അത്ര വെയിറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ കുറച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ നമുക്കിത് കത്തിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് കൂട്ടുന്നതനുസരിച്ച് ഇവിടെയാണ് ഇതിൻ്റെ ലൈറ്റർ വരുന്നത്. ഈ സൈഡിൽ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ലൈറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും കുറച്ചിട്ടാണുള്ളത്, അതുകൊണ്ടാണ് ഇതിപ്പോൾ കത്താത്തത്. നേരെ മറിച്ച് അത് കൂട്ടുകയാണെങ്കിൽ അത് ചെറിയ രീതിയിൽ കൂട്ടാൻ പാടുള്ളൂ. വല്ലാതെ കൂട്ടുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഹൈ ആയിട്ട് പെട്ടെന്ന് കത്തും. അപ്പോൾ അത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നിന്ന് കത്തിക്കുമ്പോൾ ഫേസൊക്കെ ചിലപ്പോൾ അതിന് നേരെയാവും. അപ്പോൾ ഇത് ഹൈ ആയിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളതെങ്കിൽ ഇത് കത്തിക്കുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് ആ ഒരു തീ വരും. താടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ താടിയൊക്കെ കരിഞ്ഞു എന്ന് വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഹൈ ആയിട്ടാണത് പെട്ടെന്ന് കത്തുക. അപ്പോൾ ഇത് വളരെ കുറച്ചിട്ട് വേണം വെക്കാൻ. പിന്നെ വല്ലാതെ ടൈം ഒറ്റ ക്ലിക്കിൽ തന്നെ അല്ലെങ്കിൽ 1-2 ക്ലിക്കിൽ തന്നെ കത്തിക്കാൻ നോക്കണം. അല്ലാതെ വല്ലാതെ ഇത് കുറച്ച് കൂട്ടി വെച്ചിട്ട് കുറച്ചൊരു ടൈം എടുത്തിട്ട് കത്തിക്കാനൊന്നും പോയത്. അപ്പോഴേക്ക് ഈ ഗ്യാസ് അത് മുഖത്തേക്ക് വരും. അങ്ങനൊരു കുഴപ്പമാണ് ഇതിനുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് കത്തിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്കത് കത്തിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് കൂട്ടുക. സോറി, നമ്മൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഇതിന് വേറൊരു സാധനം ഉണ്ടല്ലോ, ഇത് കണക്ട് ചെയ്യേണ്ട ആളിയാ. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെങ്ങനെ ഇത് കത്തിക്കാൻ പോകണം, ഗ്യാസ് എവിടെയെന്ന്. ഓക്കെ, നമുക്കിത് കണക്ട് ചെയ്യാനുണ്ട്. ഇത് നമ്മൾ തുറക്കുക. ഇത് തുറന്നതിന് ശേഷം അല്ലല്ലേ നമുക്ക് ഈ ഒരു സംഭവത്തിനൊക്കെ ഇത് ഉപയോഗിക്കാം. മറ്റേ ഈ കുക്കിംഗ് ചെയ്യുമ്പോൾ തീ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യില്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ തീ ഇങ്ങനെ ആക്കില്ലേ, അങ്ങനെയുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ ഇല്ലേ, ആ ഒരു സംഭവത്തിനും ഈ ഒരു സംഭവം ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് ഇതിന് കണക്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അത് കറക്റ്റായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഈ ഒരു കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ് ഇവിടെ ജോയിൻ്റ് ചെയ്തിട്ട് വേണം തിരിക്കാൻ. അപ്പോൾ ഒന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഏറ്റവും കുറച്ചിട്ട് വേണം വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതിട്ട് തിരിക്കുമ്പോൾ ഇവിടെ ഗ്യാസ് പോകും. അപ്പോൾ അതൊരു അപകടമാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഗ്യാസൊക്കെ ഇതാവും, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് കറക്റ്റ് ഈ സെൻറ്ററിൽ ഇതിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഇതാവും. അപ്പോൾ അടുത്ത് തീയൊന്നും ഇല്ലാതിരിക്കും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് അതിൽ സെറ്റായി. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതൊന്ന് റിവേഴ്സ് എടുത്തിട്ട് ഊരി അതിന് ശേഷം നമ്മൾ വീണ്ടും അതിൽ സെൻറ്റർ കണക്ട് ചെയ്ത് പ്രസ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഒന്ന് തിരിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. ഒന്ന് അമർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. അപ്പം നമ്മളതിൽ ഈ ഒരു സിലിണ്ടർ ഈ ഒരു ഗ്യാസായിട്ട് കണക്റ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ചായയുടെ സെറ്റപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് പിന്നെ ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇതൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ബോട്ടിൽ വാങ്ങിയതാണ്. ഓക്കെ, ചായക്കുള്ള സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കത്തിച്ച് നോക്കാം. ഫയർ ആൻഡ് സേഫ്റ്റി. ഇത് കണ്ടില്ല, ഇപ്പോൾ അത് കത്തുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക കുറച്ച്. എന്നിട്ട് ജസ്റ്റ് ആ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് അപ്പം തന്നെ കത്തിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഫേസ് ആണെങ്കിൽ മുഖത്തേക്ക് തീ ആളും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, കുറച്ച് ഇതിൽ കത്തിക്കുക. അല്ല, ഇപ്പോൾ കത്തുന്നുണ്ട്. തീ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല, പാത്രം വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് പാത്രം എടുക്കാം. വെള്ളം ഒഴിക്കാം. അത് കത്തുന്നുണ്ട് കേട്ടോ. ഒരല്ല നമ്മളിപ്പോൾ കുറച്ചൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കത്തുന്നുണ്ട്. അതിനനുസരിച്ച് ആ ഒരു സൗണ്ടും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് വെച്ചത്. ഈ ഒരു കപ്പിൽ വെള്ളം അത് എത്ര പെട്ടെന്ന് ചൂടാവുന്നു തിളയ്ക്കുന്നു നമുക്ക് നോക്കി നോക്കാം. ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ സൗണ്ട് വരില്ല, ജസ്റ്റ് കുമ്പളേക്ക് വന്നത് ചൂടാവുന്നുണ്ട്. പാത്രം ചെരിഞ്ഞു പോകാൻ നോക്കാം. ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കൊണ്ട് തന്നെ അത് തിളയ്ക്കാറായിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല. കണ്ടില്ലേ, തിളച്ച് മറിയാൻ വരുന്നു.
നല്ല തിളച്ച് പോകും. നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ല തിളച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇത് ഓൺലൈനിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിയതാണ്. അല്ല ചായപ്പൊടി ഒരു ലെയറായിട്ട് ചായപ്പൊടി, പഞ്ചസാര, ഇനി വെള്ളം തിളപ്പിക്കാൻ എന്തെങ്കിലും പൊടികൾ, കാപ്പിപ്പൊടി അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാ ജസ്റ്റ് 1 മിനിറ്റ് ആയോ, അല്ല 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. 1.5 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഏകദേശം തിളച്ചിരിക്കുകയാണ്. വെള്ളം തിളച്ചു. ഞാനിത് പൊടി ഇട്ടു. നമുക്കൊരു മീഡിയൊക്കെ മതി. ചിലർ അറിയോ ചായ ഉണ്ടാക്കാനൊക്കെ അറിയോടേ. എൻ്റെ ഫീൽഡ് എന്താണെന്ന് ചിലർക്ക് ആർക്കും അറിയണ്ടാവില്ല. ഞാനൊരു ടീ ജ്യൂസ് മേക്കറാണ് പ്രൊഫഷണലായിട്ട്. ചായക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പോൾ ഇതാ ചായപ്പൊടി തിളച്ച് മറിയാൻ പോകുന്നു. വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ പാൽപ്പൊടിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പാൽപ്പൊടിയൊക്കെ കുറച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പാൽച്ചായൊക്കെ കുടിക്കുക. പാൽപ്പൊടിയൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഷുഗർ കട്ടായ കാരണം വല്ലാതെ പഞ്ചസാര യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. എനിക്ക് ഷുഗറൊന്നുമില്ല. പറയും വയസ്സൊക്കെ ആയില്ലടേ, ഷുഗറൊക്കെ വന്നിട്ടുണ്ടാവും. അതൊന്നുമല്ല, ഞാൻ ഷുഗർ വല്ലാതെ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിളച്ചുകൊണ്ട് നമ്മളത് കുറയ്ക്കുകയാണ്. ഓക്കെ, കുറച്ചു. ചായ ആയി. ചായ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. സെറ്റ്. നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേ വല്ല മലയുടെ മുകളിലൊക്കെ പോയി അല്ല നല്ലൊരു ആംബിയൻസുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനൊരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അല്ലേ, ആ ഒരു ആംബിയൻസിൽ നല്ല ലൊക്കേഷനിലൊക്കെ ചെന്നിരുന്ന് ഈ ഒരു കട്ടൻ ചായയും പിടിച്ച് അവിടെ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് സ്ഥലമൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോഴുള്ളൊരു വാ വാ വാ. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ കത്തിച്ചു, ചായയൊക്കെ ആയി. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ വേഗം തിടുക്കപ്പെട്ട് ഈ സാധനം പോയി തുടരുത്. വേഗം പെട്ടെന്ന് ബാഗിൽ പാക്ക് ചെയ്യാന്നുള്ള ഇതിലേ വേഗം ചെന്നിട്ട് അങ്ങോട്ട് പിടിച്ചാൽ നല്ല രസമുണ്ടാവും. ഇതൊക്കെ ചൂടാണ് ഇപ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ ഇത് പോയി പെട്ടെന്ന് എടുത്ത് ബാഗിലിട്ട് പാക്ക് ചെയ്യാൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പിടിക്കാൻ മാറ്റി വയ്ക്കാനൊന്നും ചെയ്ത് ചൂടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. EVT പ്രീമിയം. പിന്നെ ഞാൻ മൈസൂർ പോയപ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റവ് കൊണ്ടുപോയിരുന്നു, ടെൻറ്റും കൊണ്ടുപോയിരുന്നു. ടെൻറ്റ് പിന്നെ അവിടെ അങ്ങനെ അടിക്കാൻ പറ്റിയൊരു അവസ്ഥയല്ല. ഫുള്ള് തിരക്കും, പിന്നെ അങ്ങനെ ഒരു മലയോര പ്രദേശമൊന്നുമല്ല, നമ്മൾ കൂടുതൽ സിറ്റിയിലല്ലേ. അപ്പോൾ എനിക്കങ്ങനെ ടെൻറ്റ് അടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റവ് കൊണ്ട് റൂമിൽ വെച്ച് കുക്ക് ചെയ്തു. പിന്നെ ലോങ് ട്രിപ്പിനൊക്കെ വല്ലാതെ ലോങ് ഒക്കെ പോകുമ്പോൾ പറ്റും ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ കുക്കിങ്ങും പിന്നെ റൂമിൻ്റെ സ്റ്റേ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെൻറ്റും. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ കൂടിയിട്ട് 500 താഴെയാണ് വരുന്നത്. ഞാൻ വാങ്ങുമ്പോൾ 500 അടുത്തായിരുന്നു. പക്ഷെ ചിലപ്പോൾ ഓഫർ അനുസരിച്ച് 400 താഴെയും കിട്ടാറുണ്ട്. പിന്നെ സിലിണ്ടറിനൊക്കെ 200 സംതിങ്ങോ 100 സംതിങ്ങോ ഒന്നിനെ ഉണ്ടാവാറുള്ളൂ. ഈ സിലിണ്ടർ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു ചെറിയൊരു മിനി സ്റ്റൗവിനെ കുറിച്ചും ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. കൂടുതൽ നമ്മൾ ട്രാവലുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉൾപ്പെടുത്തണമല്ലോ. നമ്മൾ ട്രാവലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഒരു സാധനം വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഉൾപ്പെടുത്തണ്ടേ, അത് ശരി. അപ്പോൾ ടെൻറ്റ് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ടെൻറ്റിനെ കുറിച്ച് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ട്രാവൽ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.